Hello guys, welcome back to my YouTube channel. This is my 4th day in Oman. ഇന്നത്തെ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് സുൽത്താൻ കാബൂസ് ഗ്രാൻഡ് മോസ്കിലേക്കാണ്. ഒമാനിലെ ലാർജസ്റ്റ് മോസ്കാണിത്. 1982-ൽ പ്ലാൻ ചെയ്യപ്പെട്ടെങ്കിലും 1994-ലാണ് ഒഫീഷ്യലി നിർമ്മാണം ആരംഭിച്ചത്. 6 വർഷമെടുത്തു ഈ പള്ളി പൂർത്തിയാവാൻ. 2001 മെയ് 4-നാണ് ഇത് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുന്നത്. ഇന്ത്യ, ഇറാൻ, മൊറോക്കോ, തുർക്കി, ജർമ്മനി, ഇറ്റലി എന്നിവിടങ്ങളിലെ കലാസമ്പത്ത് ഉൾപ്പെടുത്തി പള്ളിയുടെ ആകൃതി രൂപകൽപ്പന ചെയ്തു. ഇറ്റാലിയൻ വൈറ്റ് മാർബിൾ, പ്രശസ്തമായ പേർഷ്യൻ ഗാലിച്ചകൾ, വെളുത്ത ചുമർ ശില്പങ്ങൾ, മിനാരികൾ എന്നിവ ഉപയോഗിച്ചാണ് നിർമ്മാണം. ഏകദേശം 20,000 പേർക്ക് ഒരേ സമയം നമസ്കരിക്കാൻ കഴിയും. ഒമാനിലെ വൺ ഓഫ് ദി മേജർ ടൂറിസ്റ്റ് അട്രാക്ഷനാണ് ഇന്ന് ഈ പള്ളി. ദിനം പ്രതി ഒരുപാട് സഞ്ചാരികളാണ് ഇവിടെ സന്ദർശിക്കാനായി എത്തുന്നത്. ശരിയായ രീതിയിലുള്ള വസ്ത്രധാരണയാണ് ആകെയുള്ള മാനദണ്ഡം. പള്ളിയുടെ എൻട്രൻസിൽ നിന്ന് തന്നെ അതിനുവേണ്ട എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്ക് ലഭ്യമാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഷാൻഡിലിയറുകളിൽ ഒന്നാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. 14 മീറ്റർ ഉയരമുള്ള സ്വർണം ഉപയോഗിച്ചുള്ള ഭംഗിയാർന്ന ഷാൻഡിലിയർ. ഗ്രാൻഡ് മസ്ജിദിലെ പ്രധാന ആകർഷണങ്ങളിലൊന്ന് ലോകത്തിലെ രണ്ടാമത്തെ വലിയ ഒറ്റമുണ്ടായി നിർമ്മിച്ച പേർഷ്യൻ കാർപ്പറ്റ്. 21 ടൺ ഭാരമുള്ള ഈ കാർപ്പറ്റ് 4 വർഷം കൊണ്ടാണ് നിർമ്മിച്ചത്. ഇതൊക്കെയായിരുന്നു ഗ്രാൻഡ് മോസ്കിലെ മനം കവരുന്ന കാഴ്ചകൾ. ഇനി നമ്മൾ പോകുന്നത് ഒമാനിലെ പ്രകൃതിയുടെ അത്ഭുതങ്ങളിലൊന്നായ ഒരിടത്തേക്കാണ്. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് രൂപം കൊണ്ട ഒരിടത്തേക്ക്. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് അഗെയിൻ. സോ ഇന്ന് ഒമാനിലെ എൻ്റെ ലാസ്റ്റ് ഡേ ആണ്. ആൻഡ് നമ്മൾ ഇപ്പോൾ ഉള്ളത് അൽഹുദ കേവിലാണ്. സോ എന്താ പറയുക, ഇതിൻ്റെ ഹിസ്റ്ററി പറയാനാണെങ്കിൽ കുറച്ച് പറയാനുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്ലേസാണ് ഇവിടെ. അപ്പോൾ അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ ഇവിടെ എൻട്രി ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് അൽഹുദ കേവിലേക്കുള്ള ടിക്കറ്റ് എൻട്രൻസ്. 2006-ലാണ് ഇത് ഒഫീഷ്യലി ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് നിലവിൽ വരുന്നത്. എൻട്രൻസിൽ തന്നെ കേവിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ നമുക്ക് കാണാൻ കഴിയും. മുൻപ് ഗുഹയ്ക്കകത്ത് സഞ്ചാരികളെ കൊണ്ടുപോയിരുന്ന ഇലക്ട്രിക് ട്രെയിൻ റെയിലാണിത്. കേവിൻ്റെ എൻട്രൻസ് വരെ നമ്മൾ ബഗ്ഗിയിലായിരുന്നു പോയിരുന്നത്. കേവിൻ്റെ എൻട്രൻസ് വ്യൂ ആണിത്. ഈ കാണുന്നതെല്ലാം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ലൈം സ്റ്റോൺ അസിഡിക് വെള്ളം തുളച്ചു കടന്നതിൻ്റെ ഫലമായി രൂപപ്പെട്ടതാണെന്നുള്ളത് ഒരു അത്ഭുതം തന്നെയാണ്. ഉള്ളിലേക്ക് കടക്കും തോറും തണുപ്പ് കൂടിക്കൂടി വരികയാണ്, ഒപ്പം കാഴ്ചകളും. ഒരു നിമിഷം ഒരുപാട് വർഷങ്ങൾക്ക് പിറകെ നമ്മളെ കൊണ്ടുപോയൊരു മൊമെൻ്റായിരുന്നു ഇത്. ഏകദേശം 5 കിലോമീറ്റർ ദൈർഘ്യമാണ് ഈ കേവിനുള്ളത്. എന്നാൽ അതിൽ 800 മീറ്റർ മാത്രമാണ് സഞ്ചാരികൾക്ക് വേണ്ടി ഓപ്പൺ ചെയ്തിട്ടുള്ളത്.
പല ഷേപ്പിലുള്ള ഈ പാറകളെ നമ്മുടെ ഇമാജിനേഷനൊത്ത് പിക്ചറൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നു. സത്യം പറഞ്ഞാൽ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ജീവിച്ചിരുന്ന പലതും ഫോസിലുകളായി രൂപപ്പെട്ടതാണ് എന്ന് വരെ നമുക്ക് തോന്നും. പുറം ലോകവുമായി വ്യത്യാസമുള്ള പല അപൂർവ ജീവജാലങ്ങൾ പോലും ഇതിനകത്തുണ്ട്. തികച്ചും ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഇന്ന്. സോ ഈ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാണ്. See you all in my next video. If you like my video, please do subscribe. Until then, bye.